അവളെ ഒതുക്കുക. ആ അധ്യായം അവസാനിച്ചാൽ ശല്യം അതോടെ തീർന്നു കിട്ടും. ഭാര്യയുടെ വീട്ടിൽ ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് ഗംഗ ക്ലോസ് ആയാൽ അത് അയാൾക്കും പണിയാവും. ചുരുക്കത്തിൽ നമുക്ക് 2 നേട്ടങ്ങളാണ്. എന്നാ അതിനുള്ള പരിപാടി എന്താന്ന് വെച്ചാൽ തുടങ്ങ്. സെറ്റപ്പുകളൊക്കെ ഞാൻ ഒപ്പിച്ചു വരുന്നുണ്ട്. അതുപോലെ ഇന്നിനി ആ സ്ത്രീയെ ആശുപത്രിയിലാക്കട്ടെ. അതെന്താ? വാര്യർ വന്നു പോയതല്ലേ, അയാളുടെയും ഗംഗയുടെ നീക്കങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണ്ടത് ചെയ്യാം. അതാ ബുദ്ധി. നീ ഭാര്യരംഗങ്ങളോട് വിളമ്പാൻ തുടങ്ങിയത്? നിന്റെ അമ്മ ഭ്രാന്താശുപത്രിയിലേക്ക് എടുക്കുന്ന കാര്യം പറയാനല്ലായിരുന്നോ നീ തുടങ്ങിയത്? അതല്ലായിരുന്നോ നിന്റെ ഉദ്ദേശം? ഓ തുറന്ന് എന്റെ എന്താടി നാവിറങ്ങി പോയോ? അതോ പാഴ്സലായിട്ട് അനീതിക്ക് കൊടുത്തു വിട്ടോ? മിണ്ടാത്ത എന്താടി? അമ്മ പറയുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്ത് മിണ്ടാന? അതെ, ഞാൻ പറയും. ഒരു ഭാര്യരും അയാളുടെ ഒരു സന്ദർശനം നിങ്ങൾക്ക് അയാൾ ദൈവമായിരിക്കും, ഞങ്ങൾക്ക് അയാൾ പുല്ല. അദ്ദേഹം ചെയ്തു തന്നിട്ടുള്ള സഹായങ്ങൾ മറക്കാൻ പറ്റുന്നതല്ല. ആര് പറഞ്ഞു മറക്കണമെന്ന്? ഓർത്തോണ്ടിരുന്നോ? അല്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് നിനക്ക് ഓർമ്മകളെ കൂട്ടുണ്ടാവും. മഹാനായ അച്ഛൻ നേരത്തെ അങ്ങ് ഓർമ്മയായി. അമ്മയാണെങ്കിൽ ഓർക്കണോ മറക്കണോ എന്ന് ഉറപ്പില്ലാത്ത കണ്ടീഷനിൽ. പിന്നുള്ളത് അനിയത്തിയ. വലിയ താമസമില്ല, അവളും ഓർമ്മ മാത്രാവും. അനിയത്തിയെ കണ്ടപ്പോ എന്തൊരിളക്കമായിരുന്നു. മോളേനും വിളിച്ചോണ്ട് ഓടിത്തള്ളി അങ്ങ് വന്നില്ലേ? എങ്കി ഇപ്പൊ ഞാൻ പറയുന്നു, ഇനി ഈ ജന്മത്ത് നീ നിന്റെ അനിയത്തിയെ കാണാൻ പോകുന്നില്ല. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, അത് അവസാനത്തെ കാഴ്ചയാണെന്ന് നീ വിചാരിച്ചു. ഭാര്യ എത്ര നാൾ അവളെ പോറ്റും, അവിടെ നിന്ന് ഇറക്കി വിടും. അല്ലെങ്കിൽ അവള് സ്വയം അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഒരു ഗതിയില്ലാതെ ഒടുവിൽ അവൾ ആത്മഹത്യ ചെയ്തു. മനസ്സിലായില്ലേ നിനക്ക്? തന്ത പോയ വഴിക്ക് മോളും പോകുമെന്ന്. മനസാക്ഷി ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കരുത്. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. എന്തിനാ എന്റെ വീട്ടുകാരെ ശപിക്കുന്നത്? അത്രക്ക് അറപ്പാ എനിക്ക് നിന്റെ വീട്ടുകാരോട്. ഗംഗ അമ്മയോട് എന്ത് തെറ്റ് ചെയ്തു? അവള് കാരണം ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം ഉണ്ടായിട്ടുണ്ടോ? വെറുതെ വിട്ടൂടെ അവളെ? മറ്റൊന്നും വേണ്ട. ഗംഗയ്ക്ക് കൂടി അവകാശപ്പെട്ട ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ അനുവദിച്ചാ മതി. ഒരു സഹായം ചെയ്യണ്ട, തിരിഞ്ഞു പോലും നോക്കണ്ട. അവൾ അവിടെ താമസിച്ചോളും. എന്നിട്ട് ചേച്ചിക്കും അനിയത്തിക്കും കൂടെ സഖ്യം ഉണ്ടാക്കണം. എനിക്കെതിരെ പടനീക്കം നടത്താൻ ഞാൻ നിനക്ക് അവസരം ഉണ്ടാക്കണം. കൊള്ളാം, നല്ല ബുദ്ധി. ഇല്ല, ഗംഗയെ കാണാൻ ഞാൻ മുല്ലമുറ്റത്തേക്ക് പോവില്ല. ഫോണിൽ പോലും ഞങ്ങൾ തമ്മിൽ സംസാരിക്കില്ല. ആണയിടാൻ ഞാൻ. കള്ളസത്യം ചെയ്തിട്ട് അതിന്റെ ദോഷം കൂടി എനിക്ക് വന്നോട്ടേന്നാണോ? അയ്യോ, ഈ അടവൊന്നും ഇവിടെ ചെലവാവില്ല മരുമോളെ. അവള് നിങ്ങളുടെ കുടുംബത്തിൽ താമസിക്കുന്നത് പോയിട്ട് ആ നശിച്ചവളുടെ പേര് പോലും നിന്റെ നാവിൽ നിന്ന് വീഴാൻ പാടില്ല. അനുസരിച്ചാൽ നിനക്ക് കൊള്ളാം. നിനക്ക് മാത്രമല്ല, നിന്റെ അമ്മയ്ക്കും അനിയത്തിക്കും കേടുകൂടാതെ ഇരിക്കാം. മനസ്സിലായോ? രമേശന്റെ അച്ഛൻ ഇത്രയും ക്രൂരത കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അയാളുടെ കാര്യം പോട്ടേന്ന് വയ്ക്കാം. പോലീസുകാരനല്ലേ? ആ സൗദാമിനിയോ? ഇന്നത്തെ കാലത്ത് ഇങ്ങനെ മനുഷ്യരുണ്ടോ? കലികാലമല്ലേ രുക്മിണി. ഇത്തരം ആളുകൾ ലോകത്ത് കൂടിക്കൂടി വരിക. അതിന്റെ ദോഷം സർവത്ര കാണാനുമുണ്ട്.
ഗീതേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ ഇല്ലായിരുന്നോ? ഉണ്ടായിട്ടെന്താ, പുറമേ കാണിക്കുന്ന മാന്യതയുള്ളൂ. ആ അച്ഛൻ്റെയും അമ്മയുടെയും മോനല്ലേ, അവരെക്കാൾ ഒട്ടും മോശമല്ല രമേശൻ. അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ ഇത്തരം അനർത്ഥങ്ങൾ നടക്കാൻ അനുവദിക്കുവോ? അമ്മയെ ചങ്ങലക്കിട്ടിരിക്കുകയാണെന്ന് അവിടെ വെച്ച് ഭാര്യ ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോരില്ലായിരുന്നു. തീർച്ചയായും അവിടെ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാ മോളെ ബോധപൂർവം ഞാൻ ആ വിവരം പറയാത്തത്. സത്യത്തിൽ ഞാനും പ്രതീക്ഷിച്ച കാര്യമല്ല. ശാരദേട്ടത്തിയെ കണ്ടിട്ട് മുറിയിൽ നിന്നിറങ്ങാൻ നേരത്താണ് ഞാൻ ആ കാലിലെ തുടല് കണ്ടത്. ഞെട്ടിപ്പോയെന്നുള്ളതാ വാസ്തവം. നമ്മുടെ ശാരദേട്ടത്തിയുടെ കാലിൽ എങ്ങനെയാ സഹിക്കുന്നേ? അന്നേരം മോളെ അറിയിച്ചാൽ അവിടെ ഉണ്ടാകുന്ന പുകില് ഞാൻ ഊഹിച്ചു. കാര്യങ്ങൾ കൈവിട്ടു പോവും. മൃഗത്തിന്റെ മനസ്സുള്ള മനുഷ്യരൂപങ്ങളാ അവിടെയുള്ളത്. സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ല. പറയുന്ന ഭാഷ കേട്ടാൽ അറയ്ക്കും. അവരോട് നേരിട്ട് നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല മോളെ. ഇതിനൊക്കെയല്ലേ പോലീസ് നിയമം ഉള്ളത്? അതും ആലോചിക്കാത്തതല്ല. പോലീസിന്റെ സഹായം തേടാമായിരുന്നു. പക്ഷേ അത് അന്വേഷിക്കുന്നത് സ്ഥലം എസ് ഐ ആയ ബാഹുലയൻ തന്നെയല്ലേ? പോലീസിന്റെ സഹായം തേടാമായിരുന്നു. പക്ഷേ അത് അന്വേഷിക്കുന്നത് സ്ഥലം എസ് ഐ ആയ ബാഹുലയൻ തന്നെയല്ലേ? ഒടുവിൽ വാദി പ്രതിയാവും. നമ്മൾ ആളെ കൂട്ടി വീട് കയറി കലാപം നടത്താൻ ശ്രമിച്ചുവെന്ന് കള്ളക്കേസുണ്ടാക്കും. സ്വന്തം വീടായ മുല്ലമറ്റത്ത് കയറാൻ ഗംഗമോളെ അനുവദിക്കാതിരുന്ന ബാഹുലയന് അയാളുടെ വീട്ടിൽ എന്താ ചെയ്തുകൂടാത്തത്? ഗംഗ ഗീതേച്ചിയെ കണ്ടില്ലേ? കണ്ടെന്ന് പറയാം, അത്രേ ഉള്ളൂ. ഗംഗയുടെ അടുത്തു വരാൻ പോലും ആ കുട്ടി അവൻ അനുവദിച്ചില്ല. ഗീതയ്ക്ക് അവിടെ ഒരു സൗകര്യവുമില്ല. എന്നാലും അവളുള്ളതുകൊണ്ട് ശാരദേച്ചയ്ക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ പട്ടിണിക്കിടാനും മടിക്കില്ല ആ പൂതന. വിശപ്പ് കൂടി സഹിക്കേണ്ടി വന്നേനെ പാവം ശാരദേച്ചി. ഗംഗ കരയാതിരിക്കാൻ പറയുന്നതില് അർത്ഥമില്ലാന്നറിയാം. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ വിഷമം. ഒരുപക്ഷെ എനിക്കായിരിക്കും നിന്റെ ഉള്ളിലെ സംഘർഷം ഏറ്റവും കൂടുതൽ മനസ്സിലാവുക. കൂടെ നിന്ന് സഹായിക്കാൻ നമുക്ക് ആരാ ഗംഗയുള്ളത്? ഒരാങ്ങളയുടെ സ്നേഹം നമുക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടില്ല. ആളുകളുമായി വഴക്കിടാനോ ഒരു വലിയ പ്രശ്നത്തിൽ ഇടപെടാനോ ഒന്നും അച്ഛൻ അറിയില്ല. അങ്ങനെ വലിയ പരിചയവുമില്ല. എന്റെ ഓർമ്മയിൽ അച്ഛൻ ആദ്യമായിട്ടാ ഇത്തരം ഗൗരവമുള്ള വിഷയം കൈകാര്യം ചെയ്യുന്നത്. എനിക്ക്
എനിക്കറിയാമേ, വാര്യരംഗൾ ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത്. ഗീതേച്ചിയുടെ വീട്ടിൽ വെച്ച് എനിക്ക് വേണ്ടി അങ്കിൾ മാക്സിമം സംസാരിച്ചു. എനിക്ക് എന്റെ അച്ഛന്റെ ഓർമ്മയാ ആ സമയത്തുണ്ടായത്. അങ്കിളിന്റെ ആ പരിഗണനയ്ക്ക് പോലും എനിക്ക് അർഹതയുണ്ടെന്ന് തോന്നുന്നില്ല. ചങ്ങലയിൽ പൂട്ടിയിടേണ്ട അവസ്ഥയിലേക്ക് അമ്മ എത്തിയെന്ന് പറയുമ്പോ എന്താ അതിനർത്ഥം? എന്റെ അമ്മ ഭ്രാന്തയായി നല്ല. അതിന് കാരണം ആരാ? നീ പോയെന്നറിഞ്ഞപ്പോ ആന്റി വല്ലാതെ ശോഭിച്ചു. കണ്ണിൽ കണ്ടവരോടെല്ലാം ദേഷ്യപ്പെട്ടു. എന്നെ പലതവണ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തു. ഭാഷകൾ മാത്രം ഒന്നും ചോദിച്ചില്ല. എല്ലാ ചോദ്യങ്ങളും സ്വയം ചോദിച്ചിട്ട് ഒടുവില് ഭാഷകള് അങ്കിളിന്റെ മരണമാണ് ശാരദ ആന്റിയെ തളർത്തിയത്. ആ ഷോക്കിന്ന് ആന്റി പുറത്തു വന്നിട്ടില്ല. ഒരു ഓർമ്മ പിശക് പോലെയായിരുന്നു തുടക്കം. രമേശേട്ടന്റെ അച്ഛന്റെ വീട്ടുകാരുടെ ഉദാസീനതയാ ഈ കണ്ടീഷനിൽ എത്താൻ കാരണം. അല്ല, എന്റെ തെറ്റാണ്. ഞാൻ കാരണം എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തത്. ആ സംഭവമാണ് അമ്മയെ മനോരോഗത്തിലേക്ക് നയിച്ചത്. എല്ലാറ്റിനും കാരണക്കാരി ഞാനാ. ഗിരിയോടുള്ള സ്നേഹത്തിന്റെ പേര് ഞാൻ മറ്റുള്ളവരെ ബലി കൊടുത്തു. എന്നിട്ടിപ്പോ എനിക്ക് ഗിരിയുമില്ല, ആരുമില്ല. ചെയ്ത തെറ്റിന്റെ ശിക്ഷയല്ല. എനിക്കിത് ഒഴിവാക്കാമായിരുന്നു. ഗിരിയോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാവരെയും രക്ഷിക്കാമായിരുന്നു. നന്ദഗോപനോട് തുറന്ന് സംസാരിച്ച മതിയായിരുന്നു. ആ മനുഷ്യൻ മാന്യമായി ഒഴിഞ്ഞു മാറിയാണ്. പകരം ഞാൻ ചെയ്തത് എന്താ? വാശി കാണിച്ചു, വഞ്ചിച്ചു. പ്രാണന് തുല്യം സ്നേഹിച്ച എന്റെ അച്ഛനെ വഞ്ചിച്ചു. സ്നേഹത്തിന്റെ നിറകുടമായ എന്റെ അമ്മയെ വഞ്ചിച്ചു. നിന്റെ വാക്കുകളെ പോലും മാനിച്ചില്ല. എല്ലാത്തിനും കൂടി ദൈവം തന്ന ശിക്ഷയത്. പക്ഷെ അനുഭവിക്കുന്നത് എന്റെ അമ്മ. എല്ലാത്തിനും കൂടി ദൈവം തന്ന ശിക്ഷയത്. പക്ഷെ അനുഭവിക്കുന്നത് എന്റെ അമ്മ. വീട്ടിൽ വന്നിട്ടുള്ളവർക്കെല്ലാം വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തിട്ടുള്ള അമ്മയ്ക്കിപ്പോ ആരെങ്കിലും കനിയണം. ഒരു നേരത്തെ വിശപ്പടക്കാൻ എന്തൊരു പാപിയാ ഞാൻ. എല്ലാം സംഭവിച്ചു പോയില്ലേ? ഇനി ഓരോന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് എന്താ കാര്യം? എങ്ങനെയെങ്കിലും ശാരദേന്റെ ആ കഷ്ടപ്പാടിൽ നിന്നും രക്ഷിക്കാണ് വേണ്ടത്.
അതിനെന്ത് വേണോ ഉമ്മ? അങ്ങനെ ചോദിച്ചാ വക്രബുദ്ധിയുടെ ആളുകളല്ലേ അവിടെ ഉള്ളത്. അവരെ നേരിടണമെങ്കിൽ ശരിക്കൊന്ന് ആലോചിക്കണം. എനിക്കൊന്നും അങ്ങോട്ട് തോന്നില്ല. മനസ്സ് ആകെ മരവിച്ചതുപോലെ. നീ ഒന്ന് റെസ്റ്റ് എടുക്ക, നമുക്ക് ആലോചിക്കാം. ആദ്യം മനസ്സൊന്ന് സ്റ്റഡി ആവട്ടെ. പോയി കുളിച്ചിട്ട് വാ. നമ്മൾ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ബാഹുലേനും കൂട്ടർക്കും ചില കണക്കൂട്ടലുകളൊക്കെ ഉണ്ടെന്ന്. മുല്ലമുറ്റത്തുള്ള സകലത് അടിച്ചെടുക്കാനുള്ള ഒരു പരിപാടി. പെട്ടെന്ന് ഗംഗയെ കണ്ടപ്പോ അവരാകെ പരിഭ്രമിച്ചു പോയി. അത് വ്യക്തമല്ലേ? അതിന്റെ വെപ്രാളമാണ് അവിടെ കാണിച്ചത്. അത്രയും വെട്ടിപ്പിടിക്കാൻ ഉദ്ദേശിച്ചതൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന ടെൻഷൻ. ഇത്രയും അഹങ്കാരം അവര് കാണിച്ച സ്ഥിതിക്ക് ഇനി പിന്നോട്ട് പോവരുത്. ബാഹുലേയൻ താക്കോൽ തന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും വീട് കുത്തി തുറന്ന് ഗംഗയെ അവിടെ താമസിപ്പിക്കണം. ഒന്ന് വരട്ടാനായിട്ട് ഞാനത് ബാഹുലേനോട് സൂചിപ്പിച്ചു. പക്ഷെ രുക്മിണി, അവകാശമുണ്ടെന്നുള്ളത് നേര് തന്നെയാണ്. എന്നാൽ പൂട്ടുപൊളിച്ചല്ല ഗംഗ മുല്ലമുറ്റത്ത് കയറി താമസിക്കണം. അങ്ങനെ ചെയ്താൽ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? നേരായ മാർഗത്തിൽ ഗംഗ അവിടെ പ്രവേശിച്ച് താമസം തുടങ്ങണം. അതിനാ SI സഹകരിക്കണ്ടേ അച്ഛാ? അയാള് പക്ഷെ തയ്യാറാവില്ലല്ലോ. ആദ്യത്തെ ചൂട് തണുത്തിട്ട് ക്രമേണ നമ്മൾ ഈ കാര്യം അങ്ങ് വിട്ടുകളയുന്ന അവർ വിചാരിക്കും. ശരിയാ മോള് പറഞ്ഞത്. 1-2 ദിവസം ഗംഗയെ ഇവിടെ താമസിപ്പിച്ചിട്ട് ഞാനങ്ങ് ഒഴിവാക്കുമെന്ന ബാഹുലേയൻ ധരിച്ചിരിക്കുന്നു. അവരുടെ നോട്ടത്തില് നമ്മൾ ഗംഗയുടെ വെറും അയൽക്കാർ മാത്രമാണ്. അതിനുമപ്പുറം ബന്ധങ്ങൾക്ക് അർത്ഥം കണ്ടെത്താനുള്ള ഹൃദയ വിശാലതയൊന്നും അവർക്കില്ല. മറ്റൊരു കാര്യം നമ്മൾ ആരും ആലോചിച്ചില്ല. എന്താണെന്ന് രുക്മിണി പറ. ഗംഗയും കൂട്ടി ആ ഗിരിയുടെ വീട്ടിലൊന്ന് പോയി സംസാരിച്ചാലോ? ഈ കുട്ടിയുടെ കാര്യത്തിൽ അവർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലേ? അവരുടെ മോനെ ഉദ്ദേശിച്ചല്ലേ അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? ഒരു ഫലവും ഇല്ലാത്ത കാര്യം അമ്മ പറയുന്നത്. അതെന്താ? ഒന്നാമത് ഗിരി നാട്ടിലില്ല. ഇതുവരെ ഫോണിൽ പോലും ഗംഗയ്ക്കൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അയാളുടെ അമ്മ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാ. അങ്ങോട്ട് പോവാൻ ഗംഗ ഒട്ടും തയ്യാറാവില്ല. ആ കുട്ടി എത്ര നാൾ ഇവിടെ താമസിക്കുന്നതിൽ എനിക്കൊരു വിരോധവും ഇല്ല. ഇവളെ പോലെയല്ലേ? ഇങ്ങനൊരു ചുറ്റുപാടിൽ അവളെ കൈയൊഴിഞ്ഞാ പിന്നെ നമ്മളെ എങ്ങനെ മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടും? എന്നാലും ഒരു പോംവഴി കാണാതെ ഇതിങ്ങനെ തുടരുന്നത് എത്ര നാളാ? അച്ഛനെന്തോ കാര്യമായിട്ട് ആലോചിക്കുകയാണെന്ന് തോന്നുന്നു. അതെ മോളെ, നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഒറ്റപ്പെട്ടൊരു കുടുംബ പ്രശ്നമായി മാത്രം ഗംഗയുടെ വിഷയം നമ്മൾ കാണേണ്ടതില്ല. സമൂഹം ഇതറിയണം. അച്ഛൻ പറയുന്നത് നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിക്കണമെന്നാണോ? അതൊന്നും വേണ്ട കേട്ടോ. 4 ആളറിഞ്ഞ ഗംഗയ്ക്ക് അതിന്റെ നാണക്കേടുണ്ടാവും. നാട്ടിൽ പാട്ടാക്കണമെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട ഒരു വാർഡ് മെമ്പർ ഉണ്ടല്ലോ. നാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. ജനപ്രതിനിധി എന്നല്ലേ പറയുന്നത്? ഞാൻ മെമ്പറെ ഒന്ന് കാണാം. അതിന് പുള്ളിക്കാരൻ അച്ഛന്റെ പാർട്ടിക്കാരനാണോ? പാർട്ടിയും രാഷ്ട്രീയവും ഒക്കെ അവിടെ നിൽക്കട്ടെ. നാട്ടുകാരുടെ പ്രതിനിധിയായി നിൽക്കുന്ന ഒരാളെ രാഷ്ട്രീയക്കാരനായി മാത്രം കാണാൻ പാടില്ല. വാർഡ് മെമ്പർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു നോക്കാം. എന്താ? ഗംഗയെ ഇവിടെ കയറ്റാതെ മടക്കി വെച്ചത് നന്നായി. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കമാൻഡോ ഓപ്പറേഷൻ പോലെ ആയിരുന്നു വരവ്. ഭാര്യതേ ഉള്ളെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. നോക്കിയപ്പോ ഡോറ് തുറന്ന് മറ്റവളുടെ എൻട്രി. അച്ഛനോ ഞാനോ ഇല്ലാത്ത സമയം നോക്കി വന്നിരുന്നെങ്കിൽ എങ്കിലിവിടെ അടി നടക്കുമായിരുന്നു. എന്നിട്ടും അടിയുടെ വക്കത്തെത്തി കാര്യങ്ങള്. ഒരമ്മച്ചിയും മക്കളും കാരണം നാട്ടുകാരുടെ ഇടയിൽ നമുക്ക് നല്ല മതിപ്പാ. നാട്ടുകാരോട് പാമ്പ്ര.
കല്യാണപ്രായമായ പെമ്പിള്ളാരൊന്നും ഇവിടെ നിപ്പില്ലല്ലോ മതിപ്പുണ്ടാക്കാൻ. കൈ കാസുണ്ടോ? ഒരുത്തനും ഒരു അക്ഷരവും മിണ്ടില്ല. വാര്യർ സാർ ബുദ്ധിപൂർവ്വം ഒരു കളി കളിച്ചതാണ്. അമ്മയെ കാണിക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞ് ഗംഗയെ കൊണ്ടുവരിക. ഇത് അവളുടെ ചേച്ചിയുടെ വീടാണല്ലോ. നമ്മുടെ സമീപനം ഓക്കെ ആണെങ്കിൽ ഇവിടെ അങ്ങ് നങ്കൂരമിടുക. പക്ഷേ പദ്ധതി പാളിപ്പോയി. ഇങ്ങനെ പോയാൽ അയാൾ ഇനി ഗംഗയ്ക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് സംശയമാണ്. അങ്ങനല്ല രമേശ, വാര്യര് വലിയ ആദർശക്കാരനാ. അയാള് ഗംഗയെ വാഴ്ത്തപ്പെട്ടവളാക്കിയേ അടങ്ങൂ. ഇതൊക്കെ വാര്യരുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഏറിയാൽ ഒരാഴ്ച. അതിനപ്പുറം ഗംഗ വാര്യരുടെ വീട്ടിലുണ്ടായില്ല. അതിനുള്ള പണി നമ്മുടെ കയ്യിലുണ്ട്.